السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد المنان، الصلاة والسلام على النبي المعطر بالروح والريحان، وعلى آله الذين استقاموا على الإسلام والإيمان. بسم الله الرحمن الرحيم. وأعد لهم جنات تجري تحتها الأنهار. صدق الله العلي العظيم. इस्लाम की अज़मत के मीनारे हैं सहाबा, अगर चांद मोहम्मद तो सितारे हैं सहाबा. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇത്തരം ഒരു സുലഭ മുഹൂർത്തത്തിൽ നക്ഷത്രതുല്യരായ സ്വഹാബികൾ എന്ന വിഷയത്തിലൂടെയാണ് നാം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആരാണ് മഹാന്മാരായ സ്വഹാബികൾ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ, മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം വളരെ കാരുണ്യമുള്ളവരാ. അള്ളാഹിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹിൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിത്യവും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണവർ. നിങ്ങൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഖുർആൻ പറയുമ്പോൾ, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്ത നാളെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്ത് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അള്ളാഹു ഒരു പൂന്തോട്ടം പണിതിരിക്കുകയാ. ഖാലിദീന ഫീഹാ അബദാ. അവർ ആ തോട്ടത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവരാ. അവർ ആ സ്വർഗത്തിൽ എന്നെന്നും ശാശ്വത ജീവിതം നയിക്കുന്നവരാ. ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാ. തിരിച്ചു വന്ന സമയത്ത് ലോകത്തിൻ്റെ പ്രവാചകനാകെ പരിഭ്രാന്തപ്പെടുകയാ. കാരണം എന്തേ? മഹാന്മാരായ സ്വഹാബത്തെല്ലാം മഗ്രിബ് നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാ, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ. ഈ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമുണ്ടല്ലോ, ഈ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമുണ്ടല്ലോ, അത് ആകാശത്തിൻ്റെ സംരക്ഷണമാണ്, നിർഭയത്വമാണ്. ആ നക്ഷത്രങ്ങൾ ആകാശത്തെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് എൻ്റെ സ്വഹാബത്തിൻ്റെ ഉമ്മത്തിനെ സംരക്ഷിക്കുന്നത്. അതല്ലേ കവി പാടിയത്, ഇസ്ലാം കി അസ്മത്ത് കെ മിനാരെ ഹേ സ്വഹാബാ, അഗർ ചാന്ദ് മുഹമ്മദ് തോ സിതാരെ ഹേ സ്വഹാബാ. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ എങ്ങനെ ആദരിക്കണം, എങ്ങനെ പിന്തുടരണമെന്നെല്ലാം നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ലാ തസുബ്ബു അസ്ഹാബി. നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ ആക്ഷേപിക്കരുതേ, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ മോശം പറയരുതേ. അങ്ങനെ ആരെങ്കിലും എൻ്റെ സ്വഹാബത്തിനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവും അവൻ്റെ മലായികത്തുകളും ഈ ലോകത്തുള്ള സർവമാന ജനങ്ങളും അവനെ ശപിക്കുന്നതാ. തീർന്നില്ല, നീ ഉഹദ് മലയോളം സ്വർണം ചിലവഴിച്ചാലും, ഉഹദ് മലയോളം സ്വർണം സദഖ ചെയ്താലും അതെൻ്റെ സ്വഹാബത്ത് ചെയ്യുന്നതിൻ്റെ പകുതി പോലും എത്തുമില്ലെന്ന് പറഞ്ഞ ആ സ്വഹാബത്തിൻ്റെ ചര്യയാ മുഅ്മിനെ നാം പിന്തുടരേണ്ടത്. ആ സ്വഹാബത്തിൻ്റെ ചര്യയാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.